വാട്ട് ബ്രോ? വൈ ബ്രോ? എന്താണ് ഋതുരാജ് ഗെയ്ക്വാദ് ഈ കാണിച്ചു വെക്കുന്നത്? നിങ്ങൾക്ക് പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ അതിന് പറ്റുന്ന കുറേ പിള്ളേരുണ്ടല്ലോ. നിങ്ങൾ ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ അത് മനസ്സിലാക്കി അടുത്തയാൾക്ക് ചാൻസ് കൊടുത്തൂടെ? ലൈക്ക് ഉർവിൽ പട്ടേലിനെ സാംസണിൻ്റെ കൂടെ പെയർ ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്ക് ആ ഒരു പിച്ച് സ്ലോ ആവുന്നതിന് മുന്നേ ആ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ പുള്ളി നന്നായിട്ട് തന്നെ അത് പെർഫോം ചെയ്തേനെ പവർ പ്ലേയിൽ. അറ്റ്ലീസ്റ്റ് ഒരു 20-30 എക്സ്ട്രാ റൺസ് വന്നിരുന്നെങ്കിൽ ഇന്നലത്തെ കളി ഈസി ആയിട്ട് CSKക്ക് ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു. കുറച്ചെങ്കിലും ഒരു ഇൻറ്റൻറ്റ് കാണിച്ചിരുന്നെങ്കിൽ, അതായത് റൺ പെർ ബോൾ അല്ലെങ്കിൽ ഒരു 4 or 6 എന്തെങ്കിലും വന്ന സ്ട്രൈക്ക് റേറ്റ് ഒരു 120, 130, മിനിമം ഒരു 150 എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ CSKക്ക് ഒരു 2-0 അല്ലെങ്കിൽ 2-10 വരെയെങ്കിലും പോകാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. കാരണം സഞ്ജു അമ്മാതിരി ഒരു തുടക്കമാണ് കൊടുത്തത്. ആദ്യത്തെ 2 ഓവറാണെങ്കിലും പുള്ളി എനിക്ക് തോന്നുന്ന ആകെ 3 ഓവറിനടുത്ത് തന്നെ നിന്നിട്ടുള്ളൂ. ആ 3 ഓവറിൽ വന്ന റൺ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 13 പോയിന്റ് സംതിങ് ആയിരുന്നു റൺ റേറ്റ് കിടന്നിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈക്കകത്ത് 2 പ്ലേയേഴ്സ് തമ്മിൽ വടംവലി പോലെയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരാൾ ആക്സിലേറ്റ് ചെയ്യാൻ നോക്കും, മറ്റേ സൈഡിൽ നിന്ന് അതേപടി പിടിച്ചിങ്ങോട്ട് വലിച്ചു താഴോട്ടിടും. ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വന്നൊരു ഗെയിമല്ല, നിങ്ങൾക്കായിരുന്ന റിസൾട്ട് ഡിസൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി അഥവാ നിങ്ങൾ കയറിയിരുന്നെങ്കിൽ പോലും അത് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ടീമിന്റെ ചാൻസ് പോകുള്ളായിരുന്നു. വെറുതെ കയറി പ്ലേ ഓഫിൽ കയറി എന്നുള്ള പേര് ഈ ബൗളർമാരെ കൊണ്ട് തല്ലു മേടിച്ച് നോക്കുക, അതേ അവസ്ഥ കൊണ്ട് തിരിച്ചു വരായിരുന്നു. ഇനി അടുത്ത ഓപ്ഷനിലെങ്കിലും നിങ്ങൾ ഈ എന്താ പറയുന്നത്, കുറച്ച് ഈ 14 കോടി മേടിച്ചു കൊടുത്ത 2-3 പേരുണ്ടല്ലോ, ശരി അവർ കളിക്കുന്നുണ്ട്, പക്ഷേ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു 200 മോഡേൺ T20 അഡാപ്റ്റ് ചെയ്ത് കളിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പ്ലേയേഴ്സ് വേണം. ആദ്യം പവർ പ്ലേ യൂസ് ചെയ്യണം, അത് കഴിഞ്ഞ് വരുന്ന ബാറ്റ്സ്മാൻമാർ ഇൻറ്റൻറ്റ് കാണിക്കണം. ഇത് ഒന്നും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ 150-200 ഒന്നും ഒരു കാലത്തും സ്കോർ ചെയ്യാനും പോകുന്നില്ല, ചേസ് ചെയ്യാനും പോകുന്നില്ല. ഈ വരുന്ന ഓപ്ഷനിൽ എടുത്ത് കളയേണ്ട 2-3 പേരുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്യാപ്റ്റൻ ഋതുരാജ് തന്നെ, രണ്ടാമത് ശിവൻ ദുബെ. പുള്ളി ഇന്ത്യൻ ടീമിന് വേണ്ടി നന്നായിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞ വേൾഡ് കപ്പിൽ, ശരി, പക്ഷേ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഫോം എന്ന് പറയുന്നത് വളരെ മോശം ഫോമാണ്. ഫീൽഡിംഗിൽ ഒരു ബാധ്യതയാണ്. ബോളിംഗ് ആകട്ടെ ഈ ഫുൾ ടൂർണമെന്റ് ആകെ ഇന്നലത്തെ കൂടെ കൂട്ടി ഏതാണ്ട് 4 ഓവർ മാത്രമാണ് പുള്ളി ബോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രശാന്ത് വീർ, പുള്ളി എന്താണ് കാണിക്കുന്നത്? ലാസ്റ്റ് ഫിനിഷിങ്ങിന് ലാസ്റ്റത്തെ ഓവറിലൊക്കെ വന്നിട്ട് ബോൾ നോക്കി കളിച്ച ഒരു ഷോട്ട്, നല്ല ബോൾ നോക്കി കളിച്ചപ്പോൾ തന്നെ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള പവർ ഷോട്ടാണ് വന്നത്. അതിനിടെ പുള്ളി അവിടെ കിടന്ന് കറങ്ങി മരിച്ച് ബോളും കൊള്ളൂല്ല ബാറ്റിൽ. അത് കഴിഞ്ഞ കളിയിലാണെങ്കിലും കണ്ടതാണ്. ഇങ്ങനത്തെ ഉള്ള കുറേ ആൾക്കാരെ മാറ്റി അവിടെ പുതിയ കുറച്ച് ഓൾറൗണ്ടേഴ്സ്മാരെയൊക്കെ എടുത്തിട്ടില്ലേ, അവർക്കൊക്കെ ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് യൂട്ടിലൈസ് ചെയ്തൂടെ? ഈ പ്രശാന്ത് വീരിനൊക്കെ എത്ര നാൾ നിങ്ങളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും? പേഴ്സ് കാലിയാക്കി മാക്സിമം നല്ല സ്ട്രൈക്ക് ബോളേഴ്സിനെ എടുക്കുക. അതുപോലെ തന്നെ ഇന്നലത്തെ പിച്ചിൽ നിങ്ങൾ ആകാശ് മദ്വാലിനൊക്കെ കളിപ്പിച്ചിരുന്നുണ്ടല്ലോ, തുടക്കത്തിൽ ഒരു 2-3 വിക്കറ്റെങ്കിലും പുള്ളി നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്തു തന്നെ. നിങ്ങൾ പിച്ച് റീഡ് ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയാണ്. ആ പിച്ചൊരു സ്ലോയിഷ് പിച്ചാണ്, പക്ഷേ 2 ടീമും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഒരു ടീമിൽ അവർ പെട്ടെന്ന് തന്നെ ആ പിച്ചിനോട് അഡാപ്റ്റ് ആയി. എന്തോരം സ്ലോയിഷ് ഡെലിവറിയാണ് അവർ ഡെലിവറി ചെയ്തത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30-39 ബോൾസ് അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് ഒക്കെ ഒരു സ്ലോയിഷ് ഡെലിവറി എടുത്ത റൺ റേറ്റിനെ താത്തു നിർത്തിയത് ചെന്നൈ സൈഡിൽ നിന്ന്. നിങ്ങളുടെ ബോളേഴ്സോ ഏതാണ്ട് 10-12 ഏതാണ്ട് സ്ലോയിഷ് ഡെലിവറിയാണ് ആകെ യൂട്ടിലൈസ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന് സ്പിന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണോ? ക്ലാസനും കിഷനും ഇത്രയും നല്ലൊരു സ്പിൻ ഹിറ്റേഴ്സാണ്, ബ്രൂട്ടൽ സ്പിൻ ഹിറ്റേഴ്സ് ആണുള്ള കാര്യം. അവർ നല്ല ടൈം എടുത്ത് നല്ല പിച്ച് റീഡ് ചെയ്ത്, നമ്മൾ സഞ്ജുവിൻ്റെ ഒരു കളി കണ്ടാണ്, എനിക്ക് തോന്നുന്നു DC-ക്കെതിരെയോ മുംബൈക്കെതിരെയോ ആണെന്ന് തോന്നുന്നു, ഇതേ രീതിയിലുള്ള ഒരു പിച്ചിൽ പുള്ളി ലാസ്റ്റ് വരെ കാർത്തിക് ശർമ്മയോട് പിടിച്ചു നിന്നിട്ട് ആ ഒരു 87-89 സ്കോർ ചെയ്ത ഒരു കളിയില്ലേ, പുള്ളി കളിച്ച അതേ ഒരു ഇൻറ്റൻറ്റോട് കൂടിയാണ് ഇന്നലെ 2 പേര് കളിക്കാനുണ്ടായി. ഒന്ന് ക്ലാസിന്, ഒന്ന് കിഷൻ. ആ ക്ലാസിൻ്റെ ആ ക്യാച്ച്, അതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ക്യാച്ച് മിസ്സിംഗ് ആയിരുന്നു. കയ്യിൽ വന്നു കഴിഞ്ഞിട്ട് പോപ്പായി പോയത് സ്പെൻസർ ജോൺസിൻ്റെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇഷാൻ കിഷനെ ഡയറക്റ്റ് ഹിറ്റിൽ ഔട്ടാക്കാനുണ്ടായിരുന്ന ചാൻസ്. ഇതിലൊന്നും ആരും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി ടീമിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ഡിസർവിംഗ് ആയിട്ടുള്ള ഏതൊരു ടീമിൻ്റെ ചാൻസ് കളയും, വെറുതെ ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 2 ചെന്നിട്ട് വെറുതെ നാണം കെട്ട് നോക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ഇവിടെ തന്നെ തോറ്റു കഴിഞ്ഞു. ഗുജറാത്ത് ടൈറ്റൻസും കൂടെ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി ഇതോട് കൂടി നിർത്താം. അടുത്ത സീസണിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് രക്ഷപ്പെടാൻ നോക്കാം. ഇല്ലെങ്കിൽ ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള കളിയാണെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫെയ്റ്റാണ് നിങ്ങളിപ്പം നശിപ്പിച്ച് കൈ കൊടുത്തേക്കുന്നത്. എന്തായാലും ഇതുകൊണ്ട് ബെനിഫിറ്റ് ആകാൻ പോകുന്നത് പഞ്ചാബിനോ അല്ലെങ്കിൽ രാജസ്ഥാനായിരിക്കും. തുടക്കത്തിൽ ഒരു കളിയെങ്കിലും വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ പഞ്ചാബിന് രാജസ്ഥാൻ ടോപ്പ് 4 ഫിനിഷ് ചെയ്യാനുള്ള ഒരു മിനിമം യോഗ്യതയെങ്കിലും ഉണ്ട്. അവരെങ്കിലും കളിച്ച് കയറട്ടെ, ഒരു പുതിയ ടീമിനെങ്കിലും ഒരു കപ്പ് കിട്ടട്ടെ എന്തായാലും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കയറിപ്പോയത് ഗുജറാത്ത് ടൈറ്റൻസ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ഫൈനൽ നടക്കാൻ പോകുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. എങ്ങാനുമാർ ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ എങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് പിച്ചിൻ്റെ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചമാർ കപ്പ് കൊണ്ടുവന്ന് നോക്കും. അപ്പം ടോട്ടലി ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ളൊരു IPL 2026 മുന്നോട്ട് പോകുന്നത്. ഇനി പക്ഷേ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും RCB ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതും ടോപ്പായിട്ട് തന്നെ ഇനി RCBക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേനും എങ്ങാനും ആദ്യത്തെ ക്വാളിഫയറിൽ തോറ്റിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു ചാൻസ് കൂടെ ലഭിക്കും. അപ്പം നമുക്ക് നോക്കാം മുന്നോട്ടുള്ള കളികൾ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇന്നലത്തെ കളിയിൽ ബ്രേവിസ് ആ പിച്ചിനോട് അഡാപ്റ്റ് ചെയ്തത് നല്ലൊരു പ്ലേ തന്നെയായിരുന്നു. ദുബൈയുടെ കാര്യം പിന്നെ പറയുക വേണ്ട, എന്തൊക്കെയോ മുന്നോട്ട് പോകുന്നു. പിന്നെ സഞ്ജു തുടക്കത്തിൽ കാണിച്ചൊരു ഇൻറ്റൻറ്റ്, വേറൊരു കാര്യം എടുത്ത് പറയേണ്ട വയ്യ, സഞ്ജു ഔട്ടാവുന്നതെല്ലാം ഓൾമോസ്റ്റ് ഒരു സെയിം ടൈപ്പ് ഓഫ് ഡെലിവറിയിലേക്കാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.